അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തെ പറ്റി മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു ഒഴുക്കിന്റെ പേരാണ്. ഏതൊക്കെയാണത്? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ്, മറ്റൊന്ന് നമ്മുടെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമാണ്. ഒന്നിന് ഹാലാത്ത് എന്ന് പറയും, മറ്റൊന്നിന് ഹാജാത്ത് എന്ന് പറയും. ഹാജാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാജത്തുകളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതേപോലെ തന്നെ ഹാലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളാണ്, പ്രതിബന്ധങ്ങളാണ്, ദുഃഖങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ഇടക്കുള്ള ജീവിതമാണ് നമുക്കുള്ളത്. അതിനടക്കുള്ള കാര്യത്തിനാണ് ഹയാത്ത് അഥവാ ജീവിതം എന്ന് പറയുന്നത്. ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ഇടക്കുള്ള ഒരു സാധനത്തെയാണ് നമ്മൾ പറയുന്നത് ഹയാത്ത് എന്ന് അഥവാ ജീവിതം എന്ന്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് നമ്മൾ ഹാജാത്തിനെ എടുക്കാം. ഹാജാത്ത് കൊണ്ട് ഇന്നിപ്പോ രാവിലെ കുറെ കുട്ടികൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർ സ്കൂളിലേക്ക് പോയി. അത് അവരുടെ ഹാജാത്തിന്റെ ഭാഗമാണ്, അവരുടെ ആഗ്രഹങ്ങളാണ്. പഠിച്ചെവിടെയെങ്കിലും എത്തണം, ജോലി വാങ്ങിക്കണം, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണം, അതോടൊപ്പം വിദ്യാഭ്യാസപരമായ ഒരുപാട് പുരോഗതിയിലേക്ക് നമ്മൾ എത്തണം. ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ കുട്ടിയും ഇന്ന് രാവിലെ കളിക്ക് വേണ്ടി പോയാലും അതും അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. പഠനത്തിന് വേണ്ടി പോയാലും അതേപോലെ തന്നെ കുറെ ആളുകൾ ജോലിക്ക് വേണ്ടി പോയി, കുറെ ആളുകൾ ബിസിനസ്സിന് വേണ്ടി പോയി, കുറെ ആളുകൾ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും തേടിപ്പോയി. ഇങ്ങനെ ഓരോ ഹലാലായ വഴിയിലൂടെയും സഞ്ചരിക്കുക എന്നത് അവന്റെ ഹാജാത്തുമായി ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവും, ചില ആളുകൾ ചിലപ്പോൾ അവരുടെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഹാജാത്തുകളാണ്, അതവന്റെ അഭിലാഷമാണ്, ആഗ്രഹമാണ്, അവന്റെ സന്തോഷ നിമിഷങ്ങളാണ്. ഈ സന്തോഷകരമായ നിമിഷങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിനെയാണ് ഹാജാത്ത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെറുപ്പ കാലഘട്ടത്തില് നമ്മളെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ ഹാജാത്തുകളുമായി നടന്നു. പഠനം ഒരു ഹാജത്തായി, അത് കഴിഞ്ഞിട്ട് ജോലി ഒന്നായി, പിന്നെ ബിസിനസ് വേറൊന്നായി, പിന്നെ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തൊക്കെയാണോ അതൊക്കെ മനുഷ്യന്റെ ഹാജാത്തുകളാണ്. എന്നാൽ ഹാലാത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ട് ഇന്നും കുറെ ആളുകൾ ജയിലിലേക്ക് പോയ ആളുകൾ ഉണ്ടാകാം, കുറെ ആളുകൾ കോടതിയിലേക്ക് പോയ ആളുകൾ ഉണ്ടാകാം, കുറെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആളുകൾ ഉണ്ടാകാം, കുറെ ആളുകൾ ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടാകാം. ഇതൊക്കെ ഹാലാത്തിന്റെ അവസ്ഥകളാണ്, അഥവാ ആശുപത്രി ഹാലാത്തിന്റെ അവസ്ഥകളാണ്. ഇതേമാതിരി പഠിക്കാൻ പോയ കുട്ടി അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത് ഹാലാത്താണ്. ഹാജാത്തിനെ ഹാലാത്താക്കി മാറ്റുന്നു, ഹാലാത്തിനെ ഹാജാത്താക്കി മാറ്റുന്നു. ഇതാണ് നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ധാരണ തന്നെ. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹാലാത്തും ഹാജാത്തും നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം ഉണ്ടാകുന്നതാണ് എന്നതാണ്, ഒരിക്കലുമല്ല. ഇത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും റബ്ബാണ്. രണ്ടെണ്ണം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുള്ളൂ. ഒന്ന് ഹാലാത്തായിരിക്കും, അല്ലെങ്കിൽ ഹാജാത്തായിരിക്കും. അത് ഏറ്റവും ടോപ്പ് റേഞ്ചിലായാലും ലോ റേഞ്ചിലായാലും എവിടെയായാലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഭരണാധികാരിക്ക് ഭരണം തിരിച്ചു കിട്ടുക എന്നത് അവന്റെ ഹാജാത്തുമായി ബന്ധപ്പെട്ടതാണ്. അവന് ഭരണം നഷ്ടപ്പെടുക എന്നത് അവന്റെ ഹാലാത്തുമായി ബന്ധപ്പെട്ടതാണ്. അവന് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുക എന്നത് അവന്റെ ഹാജാത്തുമായി ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക നഷ്ടപ്പെട്ട് ആകെ പാപ്പരാവുക എന്നത് അവന്റെ ഹാലാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഓരോ കാര്യവും ഹാജാത്തും ഹാലാത്തുമാണ്. ഈ ലോകത്തിലെല്ലാം വലിയ വീട് വെക്കല് അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കൽ അത് ഹാജാത്തുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ വീട് തകർന്നു പോവുക, അല്ലെങ്കിൽ അതിന്റെ വല്ലാത്ത പ്രയാസത്തിലായി പോവുക, കടക്കണിയിലായി പോവുക, ദുരന്തങ്ങൾ ഉണ്ടാവുക, രോഗങ്ങൾ ഉണ്ടാവുക, അപകടങ്ങൾ ഉണ്ടാവുക, പെടുന്നതിനുള്ള മരണങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ഹാലാത്തുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പൊ ഈ സത്യത്തിൽ ഈ ഹാലാത്ത് വരുമ്പോഴും ഹാജാത്ത് വരുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. ഹാലാത്തുകൾ ഇല്ലാതെയാക്കുന്നവനും അള്ളാഹുവാണ്, ഹാജാത്തുകൾ പൂർത്തീകരിച്ചു തരുന്നവനും അള്ളാഹുവാണ്. അപ്പൊ ഹാജാത്തിന്റെയും ഹാലാത്തിന്റെയും അള്ളാഹുവോട് അടുക്കുന്നതിന്റെ പേരാണ് ഹയാത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഹാജാത്താണോ ഹാലാത്താണോ നമ്മളിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ഹാലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് ഹാജത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഹാജത്ത് വരുമ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, ഹാലാത്ത് വരുമ്പോൾ അള്ളാഹുവിലേക്ക് പ്രത്യേകമായി ദുആ ചെയ്യുക. അങ്ങനെ ഹാലാത്തിന്റെ അധിപനായ അള്ളാഹുവിനെ കൊണ്ട് ഹാലാത്തിനെ മാറ്റിമറിപ്പിക്കുക, ഹാജത്തിന്റെ അധിപനായ അള്ളാഹുവിനെ കൊണ്ട് ഹാജത്തിനെയും മാറ്റിമറിപ്പിക്കുക. ഇങ്ങനെ ഹാലാത്തും ഹാജാത്തും നമ്മുടെ വെറുതെയിലാക്കി അള്ളാഹുവിലേക്ക് തിരിയുക. അത് ഹാലാത്ത് കടന്നു വന്നാലും ഹാജാത്ത് കടന്നു വന്നാലും എനിക്ക് എന്റെ ഏകനായ തമ്പുരാനുണ്ട്. ഏത് ഹാലാത്ത് വന്നാലും
വന്നാലും ഏത് അവസ്ഥകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞാൻ എൻ്റെ അള്ളാഹുവോട് എല്ലാ കാര്യങ്ങളും ദുഃഖകരമായി കരഞ്ഞുകൊണ്ട് സുജൂദിൽ കടന്നുകൊണ്ട് പറയും. ഏത് ഹാജത്ത് വന്നു കഴിഞ്ഞാൽ സുജൂദിൽ കടന്നുകൊണ്ട് ശുക്രിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവോട് കൂടുതലായിട്ട് ഞാൻ അടുപ്പങ്ങൾ ഉണ്ടാക്കും. ഇതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ ഹാജാത്തിൽപ്പെട്ടതാണ് അയൽവാസികളെ സഹായിക്കുക എന്നത്, ഇതര മതസ്ഥരെ സഹായിക്കുക എന്നത്, മൊത്തം മനുഷ്യരാശിയുടെ ദുഃഖങ്ങൾ അവസാനിപ്പിക്കുക എന്നത് നമ്മുടെ ഹാജാത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് പൂർത്തീകരിച്ചു തരേണ്ടവൻ അള്ളാഹുവാണ്. അതിനുള്ള പ്രാർത്ഥനകൾ നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രമേ കൊടുക്കാവൂ. ഹാലാത്തുകൾ, നമുക്ക് വന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിൽ വന്ന വിപത്തുകൾ, ഇപ്പൊ കേരളക്കരയിൽ ഒന്നാകെ മയക്കുമരുന്നിന്റെയും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതൊരു ഹാലാത്തായി സുനാമി പോലെ കടന്നു വരുമ്പോ അതിനെയും തടഞ്ഞു നിർത്താൻ പ്രാർത്ഥനകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, പ്രവർത്തിക്കാനും പറഞ്ഞിട്ടുണ്ട്. വറാ എക്സ് ലബോറ എന്നാണ് ലാറ്റിൻ ഭാഷയിൽ അതിനെ പറയുക. പ്രേ ആൻഡ് വർക്ക്, അഥവാ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇംഗ്ലീഷുകാർ പോലും പറഞ്ഞു വെച്ചിട്ടുള്ളത് പ്രേ ആൻഡ് വർക്ക് എന്നാണ്. വർക്ക് ആൻഡ് പ്രേ എന്നതല്ല, പ്രാർത്ഥിക്കലും പ്രവർത്തിക്കലുമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഹാലാത്ത് വരുമ്പോഴും ഹാജാത്ത് വരുമ്പോഴും പൂർത്തീകൃതമായി നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായി തീരുക, അള്ളാഹുവിൽ ഏറ്റവും അചഞ്ചലമായ വിശ്വാസം ഉണ്ടായി തീരുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തന്ന സുന്നത്തിലൂടെ ഹാലാത്തിനുള്ള പ്രതിപതിയും കാണുക, ഹാജാത്തിനുള്ള ശുക്രും നമ്മൾ കാണുക. എല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു റമദാനായി, അതിനെ മനസ്സിലാക്കുന്ന റമദാനായി നമ്മെ റമദാനെ മാറ്റുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.